ഹലോ ഗായ്സ്, എല്ലാവർക്കും എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ കട്ടപ്പനയിലെ ഫെസ്റ്റ് കാണാൻ പോയിരുന്നു, കട്ടപ്പന ഫെസ്റ്റ്. അപ്പോൾ ഫെസ്റ്റിൻ്റെ കുറേ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഫെസ്റ്റിന് നമ്മൾ കയറിയപ്പോൾ പ്രവേശന ഫീസായിട്ട് 100 രൂപയാണ് ഒരാൾക്ക് ചിലവായത്. അപ്പോൾ 200 രൂപ എടുത്ത് ഞങ്ങൾ 2 പേർക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ മെയിൻ കവാടത്തിലൂടെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും ആദ്യം അക്വേറിയത്തിൻ്റെ കാഴ്ചകളാണ്. ഒരുപാട് മീൻകുട്ടികൾ ഇതിലേക്ക് തുള്ളിച്ചാടി വെള്ളത്തിൽ കൂടെ നടക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റി. അത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ടായിരുന്നു അവിടെ. ക്രിസ്മസ് അപ്പൂപ്പിന് നല്ല പൊക്കം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ഉള്ളിലേക്ക് ടിക്കറ്റും എടുത്ത് കയറി. ഈ ഒരു അക്വേറിയത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ വേറെ ഏതോ ലോകത്ത് എന്ന പോലെയൊക്കെ നമുക്ക് തോന്നിക്കും. അതിമനോഹരമായ കാഴ്ചകളാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കടലിനടിയിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ നമ്മുടെ ഫോണിലൂടെ എത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് നേരിട്ട് വന്ന് നമ്മൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടുള്ളൂ. എന്നാലും നല്ല അടിപൊളിയാണ്. ഒരുപാട് കളറുള്ള മീനുകളെയൊക്കെ കാണാൻ സാധിച്ചു. അതിൻ്റെ സന്തോഷം ഇവിടെ വരുന്ന എല്ലാവരുടെയും മുഖത്ത് കാണാനുമുണ്ട്. അക്വേറിയത്തിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മുടെ കോസ്മോസ് റോയ്ക്ക് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കണമെന്നൊരു തോന്നൽ. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ക്യാമറ ഓൺ ചെയ്യുകയും കറണ്ട് പോവുകയും ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ എടുപ്പൊന്നും നടന്നില്ല. പിന്നെ അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് കോഴികൾ, പലതരത്തിലുള്ള കോഴികളും അതുപോലെ പക്ഷികളെയൊക്കെ കാണാൻ പറ്റി. പിന്നെ പെരുമ്പാമ്പിനെ കണ്ട് കഴുത്തേലിട്ടിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതിന് ഏതാണ്ട് 50 രൂപ കൊണ്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് പാമ്പുകളെ ഭയങ്കര പേടിയായതുകൊണ്ട് നമ്മൾ പാമ്പിൻ്റെ ഫോട്ടോയൊന്നും പിടിക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ കോഴികളുടെയും പക്ഷികളുടെയും എല്ലാം വീഡിയോ ഒക്കെ പിടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു. പിന്നെ വേറെ ഒരുപാട് അഡ്വഞ്ചർ പരിപാടി, ഈ ആകാശ ഊഞ്ഞാലോ അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഞങ്ങൾ കയറാൻ നിന്നില്ല. അതിൻ്റെ എല്ലാം കാഴ്ചകളുണ്ട്, അത് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോകളൊക്കെ തേടി പോകാനുള്ള ഒരു പ്രചോദനം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഇനിയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മീനുകൾ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. ചുമലയും വെള്ളയുള്ള മീനൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ വെറും 100 രൂപ കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കട്ടപ്പനയിലാണ് ഈ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. 100 രൂപയാണെങ്കിലും നമുക്ക് നഷ്ടമൊന്നുമില്ല. ഒരുപാട് മീൻകുട്ടികളെ കാണാൻ പറ്റും. കറണ്ട് പോയി കാര്യമായിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുമായിരുന്നു. എന്റെ ഫോട്ടോ എടുക്കാൻ പറയുന്നത് കറണ്ട് പോയി. നമുക്ക് എന്തായാലും ഫ്ലാഷിന്റെ ലൈറ്റ് നമുക്ക് കുറച്ച് മീനുകളൊക്കെ കാണാം. മീനിന്റെ കണ്ണുകളൊക്കെ വെട്ടി തിളങ്ങുന്നുണ്ട്.
ഇവിടെ പാമ്പിനെ കഴുത്തേലിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. 50 രൂപ കൊണ്ടാണ് അതിന് ചാർജ്. അപ്പം പാമ്പിനെ ഞങ്ങൾക്ക് പണ്ടേ പേടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ പാമ്പിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പം ഒരുപാട് പുസ്തകങ്ങൾ കണ്ടു, ഒരുപാട് പുസ്തകങ്ങൾ. അപ്പോൾ ആ പുസ്തകങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കോസ്മോസിനെ മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കോസ്മോസിന് മേടിക്കണം എന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം അവിടെ നിന്ന് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരുപാട് കൂളിംഗ് ഗ്ലാസ്സുകൾ, വാച്ചുകൾ, പിന്നെ തൊപ്പി, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിനും 100 രൂപയൊക്കെയാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങി. പിന്നെ ഒരുപാട് അച്ചാറുകൾ, പല വെറൈറ്റി അച്ചാറുകൾ, അതുപോലെ ലുങ്കി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകൾ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി ഒരു വീഡിയോ ഒക്കെ പിടിച്ചതിന് ശേഷം, ചാറ്റൽ മഴയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നനയേണ്ടി വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പോയി 2 ദോശയും വാങ്ങി കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ആ അച്ചാറിൻ്റെയൊക്കെ മണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറി കഴിഞ്ഞപ്പോൾ എന്താ അല്ലേ ഫീലിങ്. നമ്മുടെയൊക്കെ ജീവിതം എപ്പോൾ വേണേലും അവസാനിക്കുക. അപ്പം നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുക. യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ കിട്ടും, ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. അപ്പം യാത്രകളൊക്കെ എല്ലാവരും ചെയ്യുക സമയം കിട്ടുന്ന പോലെയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ പോകുന്ന യാത്രകളുടെ വീഡിയോകളെല്ലാം നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും.